എറണാകുളം ജില്ലയിലേക്ക് കടന്നിരിക്കുകയാണ്. നിങ്ങൾക്കറിയാം, ലഹരി വ്യാപനം അതുപോലെ തന്നെ MDMA വ്യാപനമൊക്കെ കടുത്ത പ്രശ്നമായി മാറുമ്പോൾ കേരളത്തിൽ പുതിയൊരു അവബോധമുണ്ടാക്കാനും ഇതിനെതിരെ അതിശക്തമായ ഒരു ഉണർവ് ജനങ്ങളിൽ ഉണ്ടാക്കാനും വേണ്ടി നമ്മൾ നടന്ന യാത്ര ഇന്ന് നമ്മുടെ വ്യാവസായിക തലസ്ഥാനം എന്നറിയപ്പെടുന്ന എറണാകുളം ജില്ലയിലേക്ക് കടക്കുകയാണ്. നമുക്ക് ഇന്ന് വാഴക്കുളത്ത് നിന്നാണ് ഈ മോർണിംഗ് ഷോ ആരംഭിക്കുന്നത്. വാഴക്കുളത്ത് നിങ്ങൾക്കറിയാം 2500-ലേറെ കർഷകരുണ്ട്. ഈ 2000 കോടി എന്ന് കർഷകർ പറയുമ്പോഴും ചില കണക്കുകൾ സൂചിപ്പിക്കുന്നത് 3000 കോടി വരെയുള്ള പൈനാപ്പിൾ ഇവിടെ നിന്ന് മറ്റുള്ള സംസ്ഥാനങ്ങളിലേക്കും വിദേശങ്ങളിലേക്കും കടക്കുന്നു എന്നാണ്. രാജസ്ഥാൻ, മഹാരാഷ്ട്ര, അതുപോലെ തന്നെ കർണാടക, ഇങ്ങനെ പല സംസ്ഥാനങ്ങളിലേക്കും ഇവിടെ നിന്ന് പൈനാപ്പിൾ കയറ്റുമതി ചെയ്യുന്നുണ്ട്. നമുക്ക് ഇന്നിപ്പോൾ ഈ മോർണിംഗ് ഷോ നമ്മൾ വാഴക്കുളത്ത് നിന്ന് തുടങ്ങുമ്പോൾ പൈനാപ്പിൾ കർഷകർ, നല്ല ക്വാളിറ്റിയുള്ള പൈനാപ്പിൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഈ കർഷകർ നേരിടുന്ന വർത്തമാനകാല പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ പരിശോധിക്കുന്നത് മാത്രമല്ല, ഈ വാഴക്കുളത്തെ കർഷകർ എങ്ങനെയാണ് നമ്മുടെ നാട്ടിൽ പ്രചരിക്കുന്ന MDMA കുറിച്ചും അതേപോലെയുള്ള ലഹരി വഴിയുള്ള അക്രമത്തെക്കുറിച്ചും പ്രതികരിക്കുന്നതെന്നറിയാൻ നമുക്ക് താല്പര്യമുണ്ട്. ഞാനിപ്പോൾ വാഴക്കുളത്ത് എത്തിക്കഴിഞ്ഞു. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമുക്കറിയുന്നത് പോലെ വിജയകുമാർ, ഗുഡ് മോർണിംഗ്. ഉന്മേഷ്, ഗുഡ് മോർണിംഗ്. നമ്മളെ പിന്നെ എങ്ങോട്ടാ പോകുന്നത്? നമ്മള് വാഴക്കുളത്തെ പൈനാപ്പിൾ മാർക്കറ്റിലാണ് നിൽക്കുന്നത്. ഇപ്പോൾ ഇവിടെ കർഷകരൊക്കെ ഉണ്ട്. അവരുടെ ഈ പ്രശ്നങ്ങളെ പറ്റിയൊക്കെ സംസാരിക്കാനും ഒപ്പം നമ്മൾ ഉയർത്തുന്ന ഈ സംസ്ഥാന വ്യാപകമായി നമ്മൾ ഉയർത്തുന്ന ഈ ലഹരിക്കെതിരായ ഈ ക്യാമ്പയിനിൽ അണിചേരാനും ഒക്കെ തയ്യാറായി രാവിലെ തന്നെ അവരിവിടെ കാത്തു നിൽക്കുന്നുണ്ട്. ഓ, സന്തോഷം. എന്താ പേര്? അതെ 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 ഇതാ വാഴക്കുളത്തിന്റെ ചിഹ്നം ഇതാണ്, ലോഗോ. അതെ. എന്തായാലും വളരെ സന്തോഷം. അങ്ങയുടെ പേര്? താങ്ക് യു. അപ്പൊ വിജയ, ഇതൊക്കെ ഇങ്ങനെ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങുന്നതല്ല നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം. കേരളത്തിന്റെ ഏറ്റവും വലിയ അപകടം നിറഞ്ഞ ഒരു കാര്യത്തിലേക്കാണ് ആൾക്കാരുടെ ശ്രദ്ധ. നിങ്ങളുടെ റിസപ്ഷന് നന്ദി, വളരെ സന്തോഷം. അങ്ങയുടെ പേര്? എന്റെ പേര് സിജു സതീശൻ, മത്തന്റെ അസോസിയേഷന്റെ പ്രസിഡന്റാണ്. വാഴക്കുളത്ത് നേരത്തെ വന്നപ്പോൾ തന്നെ പൈനാപ്പിൾ കർഷകർ ഓർമ്മയുണ്ട് എനിക്ക്. അങ്ങയുടെ കയ്യിലും പൈനാപ്പിൾ ആണോ? ഓക്കെ, ഇത് ഞാൻ മഹാരാഷ്ട്രക്ക് കയറ്റുമതി ചെയ്യേണ്ടി വരും അല്ലേ? ഓക്കെ. അപ്പം അത് കഴിഞ്ഞ് ഞാൻ ഡ്രൈവേഴ്സ് യൂണിറ്റ് വൈസ് പ്രസിഡന്റാണ്. അങ്ങയുടെ കയ്യിലും പൈനാപ്പിൾ അല്ലേ? പിന്നെ വേറെ എന്നാ ചെയ്ത്? വളരെ സന്തോഷം. കാര്യം ഇത് നമ്മുടെ ഒരു പഞ്ചായത്ത് പറഞ്ഞ PS സുധാകരൻ. നമസ്കാരം. ഞാൻ ബേബി ജോൺ. ഇവിടുന്ന് ഒരു എത്രായിരം കോടിയുടെ പൈനാപ്പിൾ കയറ്റുമതി ചെയ്യുന്നുണ്ടാവും? 2000 കോടി രൂപയുടെ പൈനാപ്പിൾ ഒരു വർഷം കേരളത്തിൽ നിന്ന് പുറത്തേക്ക് പോകുന്നുണ്ട്. ഇന്ത്യക്ക് പുറത്തേക്ക് പോകുന്നത് വളരെ കുറഞ്ഞ അളവിലേ ഉള്ളൂ. കാരണം നമുക്കിതിപ്പോൾ പോകുന്നത് ബൈ എയർ ആണ്. കണ്ടെയ്നറിൽ പോകാൻ പറ്റിയാൽ മാത്രമേ കൂടുതൽ ഓടി അയക്കാൻ പറ്റൂ. നമുക്ക് ട്രിവാൻഡ്രത്ത് വിഴിഞ്ഞ മദർ ഷിപ്പൊക്കെ വരുന്ന സാഹചര്യത്തിലെ വിദേശത്തൊക്കെ നമുക്ക് പോണ്ടേ? കൊടുത്തായിരുന്നല്ലോ, കണ്ടെയ്നർ വിട്ടായിരുന്നു. ഇതെങ്ങനെയായിരുന്നു? കുഴപ്പമില്ലാതെ എത്തി. എത്ര ദിവസം കൊണ്ട് എത്തി? 8 ദിവസം. ഏത് രാജ്യത്തേക്കാ പോയത്? ദുബായ്. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, നിങ്ങളുടെ ഈ പൈനാപ്പിൾ കർഷകര് കുറച്ചുകൂടി രക്ഷപ്പെടാനുള്ള ഏറ്റവും വലിയ വഴി നിങ്ങൾ കയറ്റുമതി കൂട്ടുക എന്നുള്ളതാണ്. അത് തന്നെ. നിങ്ങൾക്ക് കയറ്റുമതി കൂട്ടാൻ എന്തൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നുള്ള കാര്യം നമ്മൾ ശ്രമിക്കും. തീർച്ചയായിട്ടും. നമ്മുടെ വിദേശ രാജ്യങ്ങളിലൊക്കെ ഒരുപാട് മലയാളികളുണ്ടല്ലോ. നമുക്ക് അവരുടെയൊക്കെ ഒരു സഹായം എടുത്തു കഴിഞ്ഞാൽ ഒരുപക്ഷെ ഇവിടുത്തെ പൈനാപ്പിൾ കർഷകരുടെ കുറച്ച് പ്രശ്നങ്ങൾ തീരുമെന്ന് എനിക്ക് തോന്നുന്നു. പൈനാപ്പിൾ കർഷകർക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. ഒരുപാട് നല്ല വില കിട്ടുന്നുണ്ട്. നേട്ടങ്ങളുടെ സമയമാണ് നല്ല ടൈമല്ലേ? പഞ്ചായത്ത് മെമ്പറാ. മനസ്സിലായി. മെമ്പർക്കല്ലേ അറിയാവുന്നത്? വാഴക്കുളത്തെ മെമ്പറല്ലേ? വാഴക്കുളത്തെ വാർഡിന്റെ പൈനാപ്പിൾ മാർക്കറ്റ് അസോസിയേഷൻ സെക്രട്ടറി. അപ്പൊ എനിക്ക് തോന്നുന്നത് അങ്ങ് എനിക്കൊരു ഗിഫ്റ്റ് തരാൻ വന്നല്ലേ? നിങ്ങളുടെ പേരെന്താ? യൂണിയന്റെ സെക്രട്ടറി. ഓക്കെ, അപ്പോ എല്ലാം കൂടെ ഒരു 8 പൈനാപ്പിളായി മിക്കവാറും. അപ്പൊ നമുക്ക് മിക്കവാറും കയറ്റുമതി ചെയ്യേണ്ടി വരുന്ന എനിക്ക് തോന്നുന്നു. വിജയകുമാർ ഒരു 2 പൈനാപ്പിൾ ഞാൻ തരാം. ടെൻഷൻ ഉന്മേഷിന് 2 ഇരിക്കട്ടെ. ഓക്കെ,